നമുക്ക് ഏറ്റവും അധികം ഇഷ്ടപ്പെട്ട ഒരു പരിപാടിയും അതിൽ ഇവിടെ ഇപ്പോൾ കൈമാറിയ ആടുജീവിതം എന്ന പുസ്തകവും വളരെ മെച്ചപ്പെട്ട ഒന്നാണ്. ഞാനിത് വായിച്ചപ്പോൾ എന്നെ വളരെയധികം സ്വാധീനിക്കുകയുണ്ടായി. ഒന്ന്, ഞാനൊരു പ്രവാസികാര്യ മന്ത്രി എന്നതുകൊണ്ട് പലതും അറിയാം. ഇത് വായിച്ചെല്ലാം പിന്നെ നോക്കി പലവട്ടം പല കഥാപാത്രങ്ങൾ കൊള്ളാൻ നോക്കി. മനസ്സിൽ ഈ കഥാപാത്രം ഞാൻ അന്ന് കണ്ട ആളാണോ എന്നിങ്ങനെ പലതും ഞാൻ ആലോചിക്കുകയൊക്കെ ഉണ്ടായി. അതുകൊണ്ട് എനിക്ക് തന്നെ തോന്നി, ഞാൻ പുസ്തകമൊക്കെ വായിക്കാൻ, പക്ഷെ ഇത്രയും എങ്ങനെ എന്നെ സ്വാധീനിച്ചു എന്നുള്ളത് തന്നെ ഞാൻ തന്നെ അത്ഭുതപ്പെട്ടു പോയി. ഭാഷയും വളരെ ഭംഗിയുള്ള ഭാഷയാണ്, വായിക്കാൻ എളുപ്പമാണ്. പക്ഷെ കഥാപാത്രങ്ങൾ നമ്മുടെ മനസ്സിലൂടെ ഇറങ്ങി പോകുമ്പോഴുണ്ടാകുന്ന വിചാരങ്ങളൊക്കെ വളരെ ടച്ചിങ്, വളരെ നമുക്ക് വളരെയധികം മനസ്സിൽ പതിക്കുന്ന കാര്യങ്ങളാണ്. അത് കഴിഞ്ഞ് ബെന്യാമിനെ കാണണമെന്ന് എനിക്ക് തോന്നി. ഈ ആളെന്ന് കണ്ടിരിക്കണമല്ലോ, ഇത്രയും മിടുക്കായിട്ട് നമ്മളെയൊക്കെ സ്വാധീനിക്കാൻ കഴിഞ്ഞ ഒരാൾ. അതിന് ഞാൻ എൻ്റെ പരിപാടിയിൽ അദ്ദേഹത്തിന് ആദരിക്കുകയുണ്ടായി. അതായത് എൻ്റെ വകുപ്പ് ഇവർക്ക് വേണ്ടി, ഇവരൊക്കെ എൻ്റെ പ്രജകളാണല്ലോ ഈ പ്രവാസികാരിയായതുകൊണ്ട്. അതുകൊണ്ട് അദ്ദേഹത്തെ വിളിച്ച് ഞങ്ങളുടെ പ്രവാസി സമ്മേളനത്തിൽ അദ്ദേഹത്തെ ആദരിക്കേണ്ടായി. ഓർമ്മയുണ്ടല്ലോ ഇല്ലേ? ആദരിക്കേണ്ടായി. എനിക്ക് തോന്നുന്നു ഞാനായിരിക്കും അദ്ദേഹത്തെ ആദ്യം ആദരിച്ച വ്യക്തി. അപ്പൊ ഞാൻ അധികം പ്രസംഗിക്കുന്നത് അദ്ദേഹത്തിനും പോകണം. പക്ഷെ ബെന്യാമിന് നിന്ന് ഇനിയും കൂടുതൽ പുസ്തകങ്ങളും എഴുത്തും ഉണ്ടാകണം എന്ന് ഉള്ള ആഗ്രഹം മാത്രമാണ് ഞാൻ പ്രകടിപ്പിക്കുന്നത്. ഈ പുസ്തകത്തിൽ അദ്ദേഹം അവതരിപ്പിക്കുന്ന കഥാപാത്രങ്ങളും അതിൻ്റെ എല്ലാവിധമായ കൂട്ടിയിണക്കലുകളും എല്ലാം മറ്റ് പല പുസ്തകങ്ങളിലും വ്യത്യസ്തമായ ഒരു അനുഭവമാണ് എനിക്കുണ്ടാക്കിയതെന്ന് എനിക്ക് തോന്നി. അതിനെക്കുറിച്ച് പറയുന്നു. നമ്മൾ ഞങ്ങളൊക്കെ എൻ്റെ വീടിനടുത്തുള്ള സഹകരണ സംഘം തുടങ്ങിയ ഒരു വായനശാലയിൽ നിന്നാണ് ഞങ്ങളൊക്കെ പുസ്തകം എടുത്ത് ചെറുപ്പത്തിൽ സ്കൂളിൽ പഠിക്കുന്ന കാലത്തൊക്കെ വായിക്കാൻ തുടങ്ങിയിട്ടുള്ളത്. പക്ഷേ ഈ അടുത്ത കാലത്ത് വായിച്ചിട്ടുള്ള ചില നോവലുകളിൽ നിന്നൊക്കെ വ്യത്യസ്തമാണ്. ആടുജീവിതത്തിൻ്റെ അദ്ദേഹത്തിൻ്റെ അവതരണം, അതിൻ്റെ ശൈലി എല്ലാം പിന്നെ ഒരു പ്രവാസികാരി മധ്യമുണ്ടാകാം. ഒരുപക്ഷെ കഥ എന്നെ കൂടുതൽ സ്വാധീനിച്ചിട്ടുണ്ടാവുക. ഏതായാലും ഒരു കാര്യം ഞാൻ പറയുന്നുള്ളൂ, സമയം കളയുന്നില്ല. നമുക്ക് ബെന്യാമിനെ പോലുള്ള എഴുത്തുകാർ നമ്മുടെ മലയാളത്തിൻ്റെ ഏറ്റവും വലിയ സംഭാവനയാണ് എന്ന് പറയാനാണ് ഈ അവസരം ഞാൻ വിനിയോഗിക്കുന്നത്. നമ്മൾ ഇനിയും ബെന്യാമിൽ നിന്ന് ഏറെ പ്രതീക്ഷിക്കുന്നുണ്ട്. അതിനർത്ഥം അദ്ദേഹം ഈ തുറക്കഥ എഴുതുന്ന പോലെ എഴുതണമെന്നല്ല ഞാൻ പറയുന്നത്. അതും കൊള്ളാൻ കേട്ടെ, ഞാനതൊക്കെ വായിക്കുന്ന ആളാണ്. തുറക്കഥയൊക്കെ ഞാൻ വായിക്കും. ഈ സമയം പോകാൻ ഏറ്റവും നല്ലത് തുറക്കഥ ഈ നമ്മുടെ വീട്ടിൽ നിന്നൊക്കെ വായിക്കുന്നത് നല്ലതാണ്. മറ്റൊന്നും കൊണ്ടല്ല, ഞങ്ങൾക്ക് ചില പ്രസംഗത്തിലൊക്കെ പല കഥാപാത്രങ്ങൾ ഞങ്ങൾക്ക് എടുത്ത് പേര് പറയേണ്ടി വരും. അപ്പം ഞങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാവും. സ്ത്രീകൾക്കാണെങ്കിൽ വളരെ മനസ്സിലാവും കഥാപാത്രം ആരാണ്. അപ്പം അതുകൊണ്ട് പക്ഷേ ബെന്യാമിൻ ഇനിയും എഴുതാൻ കഴിയും. അദ്ദേഹത്തിൻ്റെ ഭാഷ ശൈലി അതാണ്. അദ്ദേഹത്തിൻ്റെ ഈ നോവലിലുള്ള കഥാപാത്രങ്ങളുടെ അതിലെ അവതരണം മാത്രം, അതിൻ്റെ ഒരു ഒഴുക്ക് എന്ന് പറയുന്നത് ഇടയ്ക്ക് വെച്ച് നിർത്താൻ കഴിയാത്ത ഒന്നാണ്. അതുകൊണ്ട് അദ്ദേഹത്തിന് എല്ലാവിധമായ നന്മകളും ആശംസിക്കാനുമാണ് ഞാൻ ഇവിടെ വന്നിട്ടുള്ളത്. അദ്ദേഹത്തെ ഒരിക്കൽ കൂടി ആദരിക്കാൻ കിട്ടിയ അവസരത്തെ ഞാൻ സന്തോഷത്തോടെയാണ് സ്വീകരിച്ചത്. കാരണം ഈ പുസ്തകത്തിന് ലഭിച്ച 75ാം പതിപ്പ് എന്ന് പറയുന്നത് ചെറിയ കാര്യമല്ല. ഇപ്പം രമണനാണെന്ന് തോന്നുന്നു എനിക്ക് ഏറ്റവും കൂടുതൽ പതിപ്പ് ഇറങ്ങിയിട്ടുള്ളത്. രമണനല്ലേ ഏറ്റവും കൂടുതൽ ഇറങ്ങിയിട്ടുള്ളത്? രമണനാണ്. പക്ഷെ എത്ര കൊല്ലം കൊണ്ടാ? പക്ഷെ ഇതല്ല, ഇത് ഇപ്പം എത്ര 3 കൊല്ലം, 5 വർഷം കൊണ്ട് 75 പതിപ്പെന്നുള്ള ചെറിയ കാര്യമൊന്നുമല്ല. അതിനർത്ഥം മലയാളം അറിയാവുന്ന മലയാളി ഈ പുസ്തകത്തെ നെഞ്ചോട് ചേർത്ത് 2 കൈയും കിട്ടി സ്വീകരിച്ച് നെഞ്ചോട് തീർത്തു എന്നുള്ളതാണ്. അത് തന്നെയാണ് ഈ പുസ്തകത്തിൻ്റെ ഏറ്റവും വലിയ മഹാത്മ്യം. ഞാൻ പറയുന്ന അതിൻ്റെ ആ ഒരു മലയാള നോവൽ ഉണ്ടാകേണ്ട മഹത്വം ഈ പുസ്തകത്തിനുള്ളത് കൊണ്ടാണ് എല്ലാ മലയാളികൾ ഇതിനെ അത്രയധികം ഇഷ്ടപ്പെട്ടതും ചേർത്ത് പിടിച്ചിട്ടുള്ളതും അവർക്ക് പുസ്തകം വാങ്ങി വായിച്ചിട്ടുള്ളതും അതുകൊണ്ടാണ്. നിശ്ചയമായും ഇതുപോലുള്ള ആടുജീവിതത്തെക്കുറിച്ച് ഒരുപക്ഷെ അതിൻ്റെ ആ കഥയുടെ പശ്ചാത്തലം അതൊക്കെ ഒരുപക്ഷെ ഗൾഫിൽ പോയിട്ടുള്ള ഒരാൾക്ക് എല്ലാവർക്കും പെട്ടെന്ന് നമുക്ക് മനസ്സിൽ പതിയുന്ന ചില അനുഭവങ്ങളൊക്കെ വരാം. എങ്കിൽ പോലും അദ്ദേഹത്തിന് ബെന്യാമിൻ്റെ ആ എഴുത്തിൻ്റെ ശൈലി ഞാൻ ഇവിടെ വെച്ച് പറയാൻ ആഗ്രഹിക്കുന്നത് ഞങ്ങൾക്ക് മലയാളികൾക്ക് വളരെ ഇഷ്ടപ്പെട്ടു എന്നാണ്. അതുകൊണ്ട് ഈ ശൈലിയിൽ താങ്കൾ ഇനിയും ഞങ്ങളെ സ്വാധീനിക്കണം. കാശ് മുടക്കി പുസ്തകം ഇടയ്ക്കിടയ്ക്ക് മേടിക്കുന്നതിലാണ് ഞാൻ. അപ്പോൾ അതുകൊണ്ട്
നിശ്ചയമായും താങ്കളുടെ പുസ്തകം വരാൻ ഞങ്ങളെല്ലാം കാത്തിരിക്കും. ഈ എഴുത്തിന് ഞാനത് സമയം പ്രസവിച്ച് കളയുന്നില്ല. ഈ ഈ താങ്കൾക്ക് എഴുതാൻ അറിയാം, എഴുതാനുള്ള കഴിവുകളുണ്ട്, ഭാഷയുണ്ട്, ഭാവനയുണ്ട്. ഇതെല്ലാം കൂടെ ഒത്തുചേർന്ന് വരുമ്പോൾ മലയാള ഭാഷയ്ക്ക് താങ്കളുടെ സംഭാവനകൾ ഏറെ ഉണ്ടാകണം എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നവരാണ് ഇവിടെ കൂടിയിരിക്കുന്നില്ല. ഈ ചെറിയ മുറിയിൽ കൂടിയിട്ടുള്ള ഞങ്ങൾ എല്ലാവരും താങ്കൾക്ക് വേണ്ടി താങ്കളുടെ കഴിവുകളുടെ പ്രകാശനത്തെ വീണ്ടും വീണ്ടും കാണാൻ കൊതിക്കുന്നവരാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഈ പുസ്തകം ഇവിടെ കൈമാറിയിരിക്കുകയാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ നന്ദി.